ഓച്ചറ ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. നല്ല രസമുണ്ട്. ഞങ്ങൾ ഒരിക്കലും വന്നിട്ടുണ്ട്, ഞാൻ ഒരിക്കലും വന്നിട്ടില്ല ലിവിലെ കളക്ഷൻസ്. ഹായ്, അപ്പൊ എവിടാ നിൽക്കുന്നതെന്നറിയാം. ഞങ്ങളെല്ലാവരും ഇവിടെ ചെറുവപ്പുഴ കൺവെൻഷന് വന്നതാ. എന്റെ വീട് തടിയൂര്, ഇവിടെ അടുത്താ. അപ്പൊ അവിടെ കൺവെൻഷൻ നടക്കുക. ചെറുവപ്പുഴ ഭയങ്കര ഫേമസ് അല്ലേ, ഏറ്റവും വലിയ ഹിന്ദുമത കൺവെൻഷൻ അങ്ങനെ എന്തോ ഉണ്ട്. എത്രാമത്തെയാണ്? പിന്നെ 114 തോന്നുന്നു. അതൊന്നുകൂടെ പറയാം കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയേക്കോ, അവിടുത്തെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. അപ്പൊ സെറ്റ്. അപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ട് വണ്ടി കണ്ടോ, ഇവിടെ ഇട്ട് ഇവിടെ ഫുള്ള് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ എല്ലാം കണ്ടോ, നിരത്തി പാർക്കിംഗ് ഏരിയ ആണ്. അവിടെ വണ്ടിയുടെ ഒരു ഇഞ്ച് സ്ഥലമില്ല. ഇന്ന് 4ാം ദിവസമാണ്. 4 ദിവസമായിട്ട് തന്നെ ഇത്ര തിരക്കാ. പിന്നെ വീക്കെൻഡ് ഡേ ഒന്നുമല്ല, ബുധനാഴ്ചയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് വരെ നല്ല തിരക്കാണ്. കണ്ട, ഇത് കണ്ടില്ലേ, ഇതാണ് വിഷ്വൽസ്, കൺവെൻഷൻ്റെ വിഷ്വൽസ് ഇതാണ്. കണ്ടോ കണ്ടോ, അടിപൊളി അടിപൊളി. നല്ല ഇവിടെ നിന്ന് കണ്ടിട്ട് നല്ല രസമുണ്ട്. ഞങ്ങൾ ഒരിക്കലും വന്നിട്ടുണ്ട്, ഞാൻ ഒരിക്കലും വന്നിട്ടുള്ളൂ. 2 വർഷം മുമ്പ് വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് പോയി അകത്തോട്ട് പോയി വിഷ്വൽസ് കാണാം. ഓക്കെ, അവിടുത്തെ തടിയൊരു അച്ഛനോട് വന്ന് നിൽപ്പുണ്ട്. അപ്പൊ അച്ഛനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് നേരെ പോവാം. ഞങ്ങളെല്ലാവരും ഇറങ്ങി അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോവാണ്. നല്ല സ്ഥലമുണ്ട്. സ്ഥലം ഉള്ളതുകൊണ്ട് വലിയ തിരക്ക് വരുന്നത് അങ്ങനെ അനുഭവപ്പെടുന്നതുമില്ല. ഒത്തിരി സ്ഥലമുണ്ട്. ഞങ്ങൾ അച്ഛനെ നോക്കി ഇങ്ങനെ നടക്കുവാണ്. അച്ഛനെ തിരക്കി ഇറക്കി നടക്കുവാണ്. ഞങ്ങൾ അച്ഛനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അച്ഛനോട് ഒരു മണിക്കൂറുമായിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ കണ്ടുമുട്ടി. ഇതാണ് കൺവെൻഷൻ സെന്റർ. ശരിക്കും ഇതാണ് ഇവിടെ നടക്കുന്നത്, ചെറുവപ്പുഴ കൺവെൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആൾക്കാർ കയറുന്ന ഇച്ചിരി കുറവാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ കടകളിൽ കയറാൻ എല്ലാവരും വരുന്നു. ഇരിക്കും. എന്നെ പോലുള്ളവരൊക്കെ കടകൾ കാണാൻ വേണ്ടി വരുന്നു. ഇവിടെ ഇരിക്കുന്നവരുണ്ട്. കുഞ്ഞിണ്ട്. ഈ ലൈറ്റ് ഒക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുമെന്ന് തോന്നുന്നു. വരണ്ട് പോയിക്കുവാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഇതാണ് കൺവെൻഷൻ സെന്റർ. അപ്പൊ ഇതില് കണ്ടോ, ഇപ്പുറത്തും ഒക്കെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് ഈ ചെയേഴ്സ് ഒക്കെ ഇട്ടേക്കുന്നത്. അപ്പം കുറെ പേരൊക്കെ ഒന്ന് കണ്ട്, കുറെ പേരൊക്കെ ഇങ്ങനെ കറങ്ങി ഇവിടെ ഒക്കെ ഇരുന്ന് കുറേ നേരം കണ്ട് വീണ്ടും സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി വെളിയിലോട്ട് പോകും. ഇപ്പുറത്ത് ബുക്ക് സ്റ്റാളും കാര്യങ്ങളൊക്കെ. അച്ഛൻ ഇത്രയും നാൾ ഇവിടെ, അച്ഛൻ ചെങ്ങന്നൂരും ആറന്മുളയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ടേ ഇല്ല. ആദ്യമായിട്ട് വരും അച്ഛൻ, അല്ലേ? ആദ്യമായിട്ട് ഇന്നേവരെ വന്നിട്ടേ ഇല്ല. ആരാവണം വന്നിട്ടുണ്ട്, ചെറുവൽപ്പുഴ ആദ്യമായിട്ട് വരുക. ഞങ്ങൾ ഒരു വട്ടം വന്നിട്ടുണ്ട്, അല്ലേ? നമ്മൾ രണ്ടും കൂടെ പറയുവാണെങ്കിൽ ഭജന കേട്ടിട്ട് വരാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഫുള്ള് കടകള. എന്തുവാടാ? നമ്മുടെ മാളൂസിന്റെ ഫേവറേറ്റ് പ്ലേസ് ആയ അമ്പലി കടയാണ്. മാളൂസിന്റെ ഫേവറേറ്റ്. എനിക്കും ചേച്ചിക്കും കൂടെ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ചേച്ചിക്കും വാങ്ങിക്കും, ചേച്ചി വാങ്ങിക്കും. അച്ഛൻ ഇവിടെ പുതപ്പ് മേടിച്ചോ തോന്നുന്നു. പുതപ്പ് മേടിച്ചോ? പുതപ്പ് മേടിച്ച്. എത്ര രൂപ പുതപ്പിന്? 2 600. എച്ചസിന്റെ ഫേവറേറ്റ് ഐറ്റം കോളിഫ്ലവർ. അവൻ വന്നപ്പോ തന്നെ കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞു കാരണം ബഹളമായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റില് നമ്മള് കോളിഫ്ലവർ മേടിച്ചാൽ കൊടുത്ത്. എങ്ങനെയുണ്ടാ?
ഏതെടുത്താലും 20. ഇതും CFL ഒഴികെ ഏതെടുത്താലും 20 രൂപയുള്ളൂ. പിന്നെ ഒരു ചെണ്ട മേടിച്ചിട്ടുണ്ട്. ചെണ്ട ഇഷ്ടപ്പെട്ടോ? അടിച്ചേ ഇങ്ങനെ ആക്ക്. നമ്മളെ തരത്തില്ലേ ഇങ്ങനെ ആക്കിക്കേ. ഇഷ്ടപ്പെട്ടോ? ഏറ്റവും വലിയൊരു കാര്യമുണ്ട് ഈ സംഭവം. നമ്മള് വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഓച്ചറ ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ചവിട്ടി സാധനം അങ്ങനെ ഉണ്ടല്ലേ? നമ്മളീ നിക്കുന്നത് ഇപ്പൊ മണപ്പുറം ആണേലും മഴക്കാലം ആകുമ്പോ ഇവിടെ വഴി വെള്ളം പോകുന്ന കേട്ടോ. മൊത്തം വെള്ളം കയറുന്ന സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വെള്ളം കുടിക്കാൻ വാ. ഇത് അപ്പുവും വൈഫ് പ്രീതി മോനുമാണ്. ശരിക്കും അപ്പു എന്ന് പറയുന്നത് ഞങ്ങളുടെ കളിക്കൂട്ടുകാർ, എൻ്റെ കളിക്കൂട്ടുകാരനാണ്. ഇവനൊരു ചേച്ചിയുണ്ട്, മാളു എന്നാ പേര്. അവള് വലിയ മാളു, ഞാൻ ചെറിയ മാളു എന്നായിരുന്നു. അങ്ങനെ ഞങ്ങളെ വിളിക്കുന്നത്. പോട്ടെ, കാണാം. ദാഹിച്ചു വലിഞ്ഞ് എല്ലാവരും ഓരോരോ ഫ്ലേവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നിരന്ന് ഇവിടെ ഇരിക്കുക, വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ. ജ്യൂസിന് കിട്ടി. അതെ വേണ്ട അതങ്ങനെ. ഇത് ഗ്രീൻ ആപ്പിൾ എന്നാ ഗ്രീൻ ആപ്പിൾ അച്ഛൻ ഗ്രാം വാട്ടർ മെലോൺ ഒന്നും വിടാതെ മാളൂസിന്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം. കമ്മലിന്റെ വിപുലമായ കളക്ഷൻസ്. കമ്മലിന്റെ വിപുലമായ കളക്ഷൻസ്. കമ്മലെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പുറകെ നിന്ന് ആരോ വന്ന് ചേർത്തങ്ങ് പിടിച്ചു. ഇത് എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ബിന്ദു ആൻറ്റിയാണ്. അപ്പം ബിന്ദു ആൻറ്റി വന്ന് കുഞ്ഞിനെ അങ്ങ് എടുത്തു. ഇവളെ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളൂ, കാണണമെന്ന് ഭയങ്കര ഒരു കൊതിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ നേരം ഞങ്ങളോട് നിന്ന് സംസാരിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് ആൻറ്റി പോയത്. ചാറിനെ കാണിക്കാൻ വന്നേ. മാളസ് നോക്കി ആരാന്ന്, അങ്ങോട്ട് നോക്ക്. വായ അടച്ചു പിടിക്കണം. സോക്സ്, സ്പൈഡർമാൻ കിട്ടിയോ? സ്പൈഡർമാൻ വാച്ച് 150 രൂപ. സ്പൈഡർമാൻ വാച്ച്. സോക്സ് 100 രൂപ. മാളസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറായി ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട്. എല്ലാവരും കുഴഞ്ഞ് ക്ഷീണിച്ച് വയ്യാതായിട്ടുണ്ട് എല്ലാവർക്കും. എല്ലാവരുടെ മുഖത്ത് ക്ഷീണമുണ്ട്. മാളസ് ക്ഷീണമുണ്ടോ? 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് കൺവെൻഷൻ. നമ്മൾ അക്കരയ്ക്ക് വിട്ട് പോവാം. അക്കരയിട്ട് പോകുന്ന വേണ്ട ഒരു പാലമൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും സെപ്പറേറ്റ് ഉണ്ട്. അടിപൊളി സീൻ കണ്ടോ. ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് കണ്ടില്ലേ, നല്ല ഒഴുക്കുണ്ട്. ആൾക്കാരൊക്കെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ വരുന്നുണ്ട്. ഒഴുക്ക്, വെള്ളം അടിപൊളി. നല്ല ഒഴുക്കുണ്ട്. തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് എത്തി.
അതിനുശേഷം തടിയൂർ വന്ന് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ റൈസും അച്ഛനും അമ്മയും പൊറോട്ടയും ഗോപി മഞ്ചൂരിയനും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ കൺവെൻഷന് പോയിക്കുന്നവർ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.